എന്താ മോളെ സ്വപ്നം വല്ലതും കണ്ടോ? ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴാ വരുന്നേ? എന്തോന്നാ? ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴാ വരുന്നേ? കിടന്നുറങ്ങും പെണ്ണെ, നാളെ കാണാൻ വരും. മോളെ ചോറ് കഴിക്കാൻ വാ. ചോറ് കഴിക്കാതെ പിള്ളേരുടെ വീട്ടിലേ ക്രിസ്മസ് അപ്പൂപ്പൻ വരത്തില്ല. എളുപ്പം കഴിക്കും. അവിടെ കേറണ്ട, അവിടെ നിന്നും കിട്ടുന്നില്ല. കളഞ്ഞിട്ട് വേണം. അപ്പൂപ്പൻ എന്താ നമ്മുടെ വീട്ടിൽ വരാഞ്ഞേ? അത് നമ്മുടെ കൈ ഫാദറിന് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ മോളെ. അപ്പയോടൊപ്പം വന്നതോ? ഇപ്പൊ ഇല്ലല്ലോ. പ്രിയപ്പെട്ട അപ്പൂപ്പന്, രാവിലെ മുതൽ ഞാൻ അപ്പൂപ്പനെ നോക്കിയിരിക്കുക. അമ്മ പറഞ്ഞു പൈസ തരാനില്ലാത്തോണ്ടാ അപ്പൂപ്പൻ വരാത്തേന്ന്. സൈക്കിൾ വാങ്ങാൻ വെച്ച് കുറച്ച് പൈസ എന്റെ കുടുക്കലുണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്തെ റസിയ ചേച്ചി ഇല്ലേ, ചേച്ചിക്ക് പനി വന്നപ്പോ അമ്മ പൈസ മൊത്തം ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി ഒരു പാവ. സാരമില്ല കേട്ടോ, അടുത്ത തവണ ഫാദർ വരുമ്പോഴേ ഒരു കുടുക്ക നിറച്ച് ഞാൻ പൈസ തരും. വേറൊരാവശ്യത്തിന് ഞാൻ എടുക്കൂല കേട്ടോ, സത്യം. ചേച്ചി പഠിക്കുവാന്നോ? ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും അവധിയോ, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ട്യൂഷൻ. എല്ലാവർക്കും അവധിയാണോ? അപ്പൊ കത്തൊന്നും അയക്കാൻ പറ്റത്തില്ലേ? കത്ത് കൊണ്ടുവരുന്ന ചേട്ടനും അവധിയാ. ക്രിസ്മസ് കഴിഞ്ഞേ വരൂ. അമ്മൂസിന് ആർക്ക് കത്തയക്കാനാ?
ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പൂപ്പൻ എങ്ങനെയാ വന്നേ? അതുകൊള്ളാം. നീയല്ലേ എന്നോട് കത്തയച്ച് വരാൻ പറഞ്ഞത്? ഞാൻ അമ്മയെ വിളിക്കാം. അമ്മേ. ഏയ് വിളിക്കണ്ട, അമ്മ ഉറങ്ങിക്കൊള്ളട്ടെ. ഞാൻ മോളെ കാണാനാണ് വന്നത്. വാ, ചോദിക്കട്ടെ. മോൾ എന്താ ആലോചിക്കുന്നത്? അത് ടെസി ചേച്ചി പറഞ്ഞല്ലോ, ക്രിസ്മസ് അപ്പൂപ്പനെ തൊട്ടാ പഞ്ഞി പോലെ ഇരിക്കുമെന്ന്. ദാ നോക്കിക്കോ. മോളെ, നിനക്ക് സമ്മാനം നൽകാനാണ് ഞാൻ വന്നത്. പക്ഷേ നീയാണ് എനിക്ക് സമ്മാനം നൽകിയത്, നിന്നോടത്തുള്ള ഈ നിമിഷങ്ങൾ. അല്ല അല്ല, സത്യമായിട്ട് ഞാൻ കണ്ടമ്മേ. ആഹാ, എന്നിട്ടെന്താ നീ എന്നെ വിളിക്കാഞ്ഞേ? വിളിക്കണ്ട, അമ്മ ഉറങ്ങിക്കോട്ടെ എന്ന് ഫാദർ പറഞ്ഞു. ഞങ്ങളെ ഒരുപാട് കാര്യം പറഞ്ഞു. റഷ്യ ചേച്ചിക്ക് പൈസ കൊടുത്തേ യേശുദാസിന് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ടാ ഫാദർ എന്നെ കാണാൻ വന്നേ. നീ പോയി കളിക്ക് വേണ്ടേ, അവിടെ ഒരു ഫാദർ. അപ്പൂപ്പൻ എങ്ങനെയാ വന്നേ? അതുകൊള്ളാം. നീയല്ലേ എന്നോട് കത്തയച്ച് വരാൻ പറഞ്ഞത്?